കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പിതാവായി അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ പഞ്ചസാരക്കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ് ഇന്ത്യയുടെ പഞ്ചസാരക്കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന സാമൂഹ്യശാസ്ത്ര ക്വിസ്. സ്കൂൾ ശാസ്ത്രമേളയിൽ UPHS വിഭാഗങ്ങളിലെ സാമൂഹ്യശാസ്ത്ര പ്രശ്നോത്തരിക്ക് പങ്കെടുക്കുന്നവർക്ക് സഹായകമായ ഈ ക്വിസിനും അതുപോലെ മറ്റ് GK ക്വിസുകൾക്കും ഉണ്ണീസ് വിജയപാത ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എല്ലാവർക്കും സ്വാഗതം. അന്തരീക്ഷത്തിലെ പാളികളിൽ ഏതിലാണ് ഓസോൺ പാളി രൂപപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയർ. അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയർ എന്ന പാളിയിലാണ്. അക്ഷാംശ രേഖകളിൽ ഏറ്റവും നീളം കൂടിയ രേഖ ഏതാണ്? ഏറ്റവും നീളം കൂടിയ അക്ഷാംശ രേഖ ഭൂമധ്യരേഖ ആണ്. ഇക്വേറ്റർ അഥവാ ഭൂമധ്യരേഖ. കേരള നിയമസഭയിലേക്ക് ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നത് ഏതു വർഷമാണ്? 1957. 1957 കേരള നിയമസഭയിലേക്ക് ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നത്. ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനം ഏതാണ്? ആമസോൺ വനം. ആമസോൺ വനത്തെയാണ് ഭൂമിയുടെ ശ്വാസകോശം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറൽ ആര്? സി രാജഗോപാലാചാരി. സി രാജഗോപാലാചാരിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ ജനറൽ. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവൽ ഏത്? മാർത്താണ്ഡവർമ്മ. മലയാളത്തിലെ ആദ്യത്തെ ചരിത്ര നോവലാണ് മാർത്താണ്ഡവർമ്മ. ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചതാര്? വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത്. ആരാണ് ആര്യസമാജം സ്ഥാപകൻ? സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യസമാജം സ്ഥാപിച്ചത്. സ്വദേശാഭിമാനി എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആര്? കെ രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനാണ് കെ രാമകൃഷ്ണപിള്ള. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചതാരാണ്? ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകനാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത്? പള്ളിവാസൽ പദ്ധതി. പള്ളിവാസൽ ആണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഭാരതീയ വനിത മദർ തെരേസ. മദർ തെരേസയാണ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഭാരതീയ വനിത. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യത്തെ വനിത. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യത്തെ വനിതയാണ് ജസ്റ്റിസ് M ഫാത്തിമ ബീവി. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ പേര്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ്. ഉത്തര മഹാസമതല പ്രദേശത്തെ പ്രധാന മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്. എക്കൽ മണ്ണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏത്? ആനമുടി. ആനമലയിലുള്ള ആനമുടിയാണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്. അറിവിൽ തിളങ്ങാൻ, വിജയം നേടാൻ ഉണ്ണീസ് വിജയപാത ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഡൽഹിയിൽ നിന്നും തലസ്ഥാനം ദൗലത്താബാദിലേക്ക് മാറ്റിയ ഭരണാധികാരിയുടെ പേരെന്ത്? മുഹമ്മദ് ബിൻ തുഗ്ലക്. മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ് ഡൽഹിയിൽ നിന്നും തലസ്ഥാനം ദൗലത്താബാദിലേക്ക് മാറ്റിയത്. സൗരയൂഥത്തിലെ ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലായിട്ടാണ് സൂര്യനെ ചുറ്റുന്ന ക്ഷുദ്രഗ്രഹങ്ങളുടെ വലയം അസ്ട്രോയിഡ് ബെൽറ്റ്
കാണുന്നത്. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലായി. ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനിലയായി കാലാവസ്ഥാ നിരീക്ഷകർ കണക്കിലെടുക്കുന്നത് ഏതു സമയത്തെ താപനിലയാണ്? ഉച്ചയ്ക്ക് 2 മണി സമയത്തെ താപനില. സുഭാഷ് ചന്ദ്ര ബോസിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത സൈനിക വിഭാഗത്തിന്റെ പേര്? ഇന്ത്യൻ നാഷണൽ ആർമി, INA. 1924 ആലുവയിൽ ആദ്യമായി ഒരു സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയത് ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് 1924 ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചുകൂട്ടിയത്. അയൽ രാജ്യമായ ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ് ആരാണ്? ഷേഖ് മുജീബുർ റഹ്മാൻ. ഷേഖ് മുജീബുർ റഹ്മാൻ. തെക്കിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന സംസ്ഥാനം? തെക്കിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്നത് കേരളം. കേരളത്തെയാണ് തെക്കിന്റെ കാശ്മീർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളുടെ സംരക്ഷണ കേന്ദ്രമായ കാസിരംഗ നാഷണൽ പാർക്ക് ഏതു സംസ്ഥാനത്താണ്? അസം. അസമിലാണ് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളുടെ സംരക്ഷണ കേന്ദ്രമായ കാസിരംഗ നാഷണൽ പാർക്ക്. ഏറ്റവും ഉയരമുള്ള പ്രതിമയായ സർദാർ വല്ലഭ്ഭായ് പട്ടേൽ പ്രതിമയ്ക്ക് നൽകിയിട്ടുള്ള പേര്? ഏകതാ പ്രതിമ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമേത്? ജപ്പാൻ. ജപ്പാൻ എന്ന രാജ്യത്തെയാണ് ഉദയസൂര്യന്റെ നാട് എന്ന് വിശേഷിപ്പിക്കുന്നത്. 0 ഡിഗ്രി രേഖാംശ രേഖ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഗ്രീനിച്ച് രേഖ. ഗ്രീനിച്ച് രേഖ എന്നാണ് 0 ഡിഗ്രി രേഖാംശ രേഖ അറിയപ്പെടുന്നത്. 0 ഡിഗ്രി അക്ഷാംശ രേഖ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ എന്നാണ് 0 ഡിഗ്രി അക്ഷാംശ രേഖയെ വിളിക്കുന്നത്. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഥവാ ചെയർപേഴ്സൺ ആരാണ്? പി സതീദേവി. പി സതീദേവിയാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ആദ്യ വനിത ആരാണ്? പ്രതിഭ ദേവി സിംഗ് പാട്ടീൽ. പ്രതിഭ ദേവി സിംഗ് പാട്ടീൽ ആണ് ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതി. പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ? അഭിലാഷ് ടോമി. അഭിലാഷ് ടോമിയാണ് പായ്വഞ്ചിയിൽ ഒറ്റയ്ക്ക് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യക്കാരൻ. യുവർ ബോണസ് ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. ഭാരതത്തിന്റെ എത്രാമത് രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു? നിങ്ങളുടെ ഉത്തരം കമന്റ് ചെയ്യൂ. ഉടൻ ഇപ്പോൾ തന്നെ കമന്റ് ചെയ്തോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.